ഹലോ, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരുന്ന പരീക്ഷകളിൽ മാർക്ക് ഉറപ്പിക്കാൻ പോകുന്ന മാർച്ച് 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്കൊരുമിച്ച് പഠിച്ച് സെറ്റാക്കിയാലോ? റെഡിയല്ലേ? ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കടലുപോലെ മുന്നിലുണ്ടല്ലേ. എവിടുന്ന് തുടങ്ങണം, എന്തു പഠിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമാണ്. പക്ഷേ പേടിക്കേ വേണ്ട. വരുന്ന ഒരു 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെള്ളം പോലെ പഠിച്ചിരിക്കും. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? നമ്മുടെ ആദ്യത്തെ സെക്ഷൻ അവാർഡ്സ് ആണ്. നിങ്ങൾക്കറിയാലോ, ഏത് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഉറപ്പായും കാണുന്നൊരു ഭാഗമാണിത്. അതുകൊണ്ട് ആർക്കാണ് അവാർഡ് കിട്ടിയത്, എന്തിനാണ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ മറക്കാതെ ഓർത്തുവെക്കണം. ഓക്കെ, ആദ്യത്തെ പോയിന്റ് നോട്ട് ചെയ്തോളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ലോക ഭക്ഷ്യ പുരസ്കാരം, വേൾഡ് ഫുഡ് പ്രൈസ്. ഇത് കിട്ടിയിരിക്കുന്നത് ലെലിവെൽട്ട് എന്നൊരു ഡച്ച് ശാസ്ത്രജ്ഞനാണ്. പേരൊന്നുകൂടി മനസ്സിലുറപ്പിച്ച്, ലെലിവെൽട്ട്. എന്തിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയതെന്നോ? നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള, സേഫ് ആക്കാനുള്ള പുതിയ ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്തതിനാണ്. അതായത് രോഗമൊന്നും ഉണ്ടാക്കാത്ത നല്ല ഭക്ഷണം എല്ലാവർക്കും കിട്ടണം. അതാണ് ലക്ഷ്യം. അടുത്തത് നമുക്ക് മലയാളികൾക്ക് ശരിക്കും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് അമേരിക്കയിൽ നിന്ന് ഒരു വലിയ പുരസ്കാരം കിട്ടിയിരിക്കുന്നു. നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ അവാർഡ്. ഇത് കിട്ടിയത് അവരുടെ ആത്മകഥയ്ക്കാണ്. ഇനി ഞാൻ പറയുന്ന ആ പുസ്തകത്തിന്റെ പേര് പരീക്ഷയ്ക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. മദർ ഇന്ത്യ കംസ് ടു മീ. പുസ്തകങ്ങളും എഴുത്തുകാരും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പേര് ഒരു കാരണവശാലും മറക്കരുത്. ഇനി സിനിമാ ലോകത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഓസ്കാറിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, 2002 മുതൽ ഓസ്കാർ അവാർഡ് നടക്കുന്നത് ഡോൾബി തിയേറ്ററിലാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമുണ്ട്, 2028. എന്താ അതിന്റെ പ്രത്യേകത? അന്ന് ഓസ്കാറിന് 100 വയസ്സ് തികയും. അതൊരു ചോദ്യമായി വരാൻ നല്ല ചാൻസുണ്ട്. അതിനുശേഷം, അതായത് 2029 മുതൽ ഓസ്കാറിന്റെ വേദി മാറും. പുതിയ വേദി ഏതാണെന്നല്ലേ? ലോസ് ഏഞ്ചൽസിലെ പീകോക്ക് തിയേറ്റർ. അപ്പോൾ ഓർത്തുവെക്കേണ്ട പോയിന്റ്, പുതിയ വേദി പീകോക്ക് തിയേറ്റർ. അപ്പോൾ അവാർഡുകളുടെ കാര്യം നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്ത് നടന്ന പ്രധാന സംഭവങ്ങളിലേക്ക് വരാം. അതായത് ഈ അടുത്ത് നടന്ന പ്രധാനപ്പെട്ട നിയമനങ്ങളും പുതിയ സർക്കാർ പദ്ധതികളും. ഇവയിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്, മിസ് ചെയ്യരുത്. ഇതൊരു ഡയറക്റ്റ് ചോദ്യമായി വരാൻ 100% സാധ്യതയുള്ളൊരു പോയിന്റാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സണായി നിരഞ്ജൻ ജ്യോതിയെ നിയമിച്ചു. ഈ പേര് മറക്കരുത്. ഒന്നുകൂടി പറയാം, നിരഞ്ജൻ ജ്യോതി. അടുത്തത് ഒരു പുതിയ സംരംഭമാണ്. പേര് ട്രൂ സൈബർ സഖി. പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടാവുമല്ലേ? ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഇത് ആരൊക്കെ ചേർന്നാണ് തുടങ്ങിയത് എന്നാണ്. ഉത്തരം ഇതാണ്, ദേശീയ വനിതാ കമ്മീഷനും നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ട്രൂ കോളറും. ഇതിന്റെ ലക്ഷ്യമെന്താ? സിമ്പിളാണ്. ഓൺലൈൻ ലോകത്ത് സ്ത്രീകളെ കൂടുതൽ സുരക്ഷിതരാക്കുക, സൈബർ സേഫ്റ്റിയെപ്പറ്റി അവർക്ക് ആവശ്യമായ അറിവ് കൊടുക്കുക. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ആ 2 പേരുകളാണ്, വനിതാ കമ്മീഷൻ, പിന്നെ ട്രൂ കോളർ. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പുതിയ പ്രചാരണ പരിപാടിയുണ്ട്. എന്റെ വോട്ട്, എന്റെ ശക്തി എന്നാണിതിന്റെ പേര്. ലക്ഷ്യം വളരെ ലളിതമാണ്. ചെറുപ്പക്കാർ, അതായത് യുവജനങ്ങൾക്കിടയിലെ വോട്ടിംഗ് ശതമാനം കൂട്ടുക. ഈ ക്യാമ്പയിനിന്റെ പേര് ഓർത്തുവെക്കുക, എന്റെ വോട്ട്, എന്റെ ശക്തി. ഇന്ത്യയിലെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് നോക്കിയാലോ? പ്രധാനപ്പെട്ട ഉച്ചകോടികളും ഡിഫൻസ് മേഖലയിലെ വാർത്തകളുമാണ് ഈ സെക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. 2026 G7 ഉച്ചകോടി നടക്കുന്നത് ഫ്രാൻസിലാണ്. വേദി മറക്കണ്ട, ഫ്രാൻസ്. G7-ൽ 7 അംഗങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. എന്നാൽ പരീക്ഷയ്ക്ക് നമ്മളെ കുഴപ്പിക്കാൻ പോകുന്ന ചോദ്യം അതായിരിക്കില്ല. G7-ൽ അംഗമല്ലാത്ത എന്നാൽ പ്രത്യേക ക്ഷണിതാക്കളായി എത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ്. അതിൽ നമ്മുടെ ഇന്ത്യയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. കൂടെ സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളുമുണ്ട്. ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക, താഴെ പറയുന്നവയിൽ 2026 G7 ഉച്ചകോടിയിൽ ക്ഷണിതാവല്ലാത്ത രാജ്യമേത്? അപ്പോൾ ഈ ലിസ്റ്റ് കൃത്യമായി ഓർത്തിരിക്കണം. ഡിഫൻസ് മേഖലയിൽ നിന്ന് ഒരു വലിയ വാർത്തയുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് പുതിയൊരു മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്നു. പേര് തുങ്കുസ്ക. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരും, നമ്മൾ നേരത്തെ റഷ്യയിൽ നിന്ന് S-400 വാങ്ങിയിരുന്നല്ലോ, പിന്നെന്തിനാണ് പുതിയൊരെണ്ണം? അവിടെയാണ് പോയിന്റ്. S-400 എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് സിസ്റ്റമാണ്. അതായത് ഒരുപാട് ദൂരെയുള്ള ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ. എന്നാൽ ഈ തുങ്കുസ്ക ഒരു ഷോർട്ട് റേഞ്ച് സിസ്റ്റമാണ്. ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ പോലുള്ള തൊട്ടടുത്തേക്ക് വരുന്ന ഭീഷണികളെ നേരിടാനാണ് ഇത്. ഈ വ്യത്യാസം പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യമായി വരാം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് പ്രധാനപ്പെട്ട ദിവസങ്ങളല്ലേ?
അപ്പോൾ മാർച്ചിലെ 2 പ്രധാന ദിവസങ്ങൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. മാർച്ച് 27 ലോക തിയേറ്റർ ദിനമായി ആചരിക്കുന്നു. 2026 അതിന്റെ പ്രമേയം, അതായത് തീം, വളരെ പ്രധാനപ്പെട്ടതാണ്. നാടകം സമാധാനത്തിന്റെ സംസ്കാരം. തീം എപ്പോഴും ചോദ്യമായി വരാറുണ്ട്. അടുത്തത് മാർച്ച് 28 ഭൗമമണിക്കൂർ അഥവാ എർത്ത് അവർ. ഊർജം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, അതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ 2 ദിവസവും ഓർമ്മയിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. പക്ഷെ വെറുതെ പഠിച്ചാൽ മതിയോ? പഠിച്ചത് തലയിൽ നിൽക്കുന്നുണ്ടോയെന്ന് അറിയണ്ടേ? അതിനായിട്ട് നമുക്കൊരു റാപ്പിഡ് ഫയർ റിവിഷനും ഒരു കുഞ്ഞു ക്യൂസും നടത്തിയാലോ? തയ്യാറാണോ? ലെറ്റ്സ് ഗോ. ശരി, നമുക്ക് മിന്നൽ വേഗത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാം. ഞാൻ ചോദിക്കുമ്പോൾ മനസ്സിൽ ഉത്തരം പറയണം. റെഡി? ലോക ഭക്ഷ്യ പുരസ്കാരം, ലിലിവെൽഡ്. ഓസ്കാറിന്റെ പുതിയ വേദി, പീകോക്ക് തിയേറ്റർ. ട്രൂ സൈബർ സഖി ആരൊക്കെ ചേർന്നാണ്? വനിതാ കമ്മീഷനും ട്രൂ കോളറും. 2026 G7 ഉച്ചകോടി എവിടെയാണ്? ഫ്രാൻസ്. ഇന്ത്യ വാങ്ങുന്ന പുതിയ മിസൈൽ സംവിധാനം, തുങ്കുസ്ക. ലോക തിയേറ്റർ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നാടകം സമാധാനത്തിന്റെ സംസ്കാരം. ഓക്കെ, എല്ലാം ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാ: പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ്? ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. ഉത്തരം നിരഞ്ജൻ ജ്യോതി. ശരിയായ ഉത്തരം പറഞ്ഞവർക്ക് അഭിനന്ദനങ്ങൾ. കിട്ടാത്തവൾ വിഷമിക്കേണ്ട, ഒന്നുകൂടി ഓർത്താൽ മതി. അടുത്ത ചോദ്യം: ഇന്ത്യ തുങ്കുസ്ക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? സിമ്പിൾ ചോദ്യമാണ്. ഉത്തരം റഷ്യ. ഓർമ്മയുണ്ടല്ലോ, S-400 നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിയത്. മൂന്നാമത്തെ ചോദ്യം: അരുന്ധതി റോയിയുടെ അവാർഡ് നേടിയ ആത്മകഥയുടെ പേരെന്താണ്? ഇത് കിട്ടണം. ശരിയായ ഉത്തരം മദർ ഇന്ത്യ കംസ് ടു മീ. നമ്മുടെ അവസാനത്തെ ചോദ്യം: 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറഞ്ഞവർക്ക് എന്റെ വക ഒരു വലിയ കയ്യടി. നിങ്ങൾ പൊളിയാണ്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളുടെ ഓർമ്മയിൽ ഭദ്രമായിരിക്കും. ഇതേ എനർജിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. വിജയം നിങ്ങളെ തേടിയെത്തും, ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഇതുപോലെ സിമ്പിളായി പഠിക്കേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.